തന്നെയാണ്. ഭാനു ഇനിയും എന്തെങ്കിലും അവിവേകം കാണിക്കാതിരുന്നാ മതിയായിരുന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഭാവന. ഇപ്പൊ തന്നെ ഭാനു ഇങ്ങനൊരു അബദ്ധം കാണിച്ചുകൊണ്ടാണല്ലോ താൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആ ഒരു കുറ്റബോധം എന്തായാലും ഭാനുവിനുണ്ടാവും. പിന്നെ ഭരത്, ഇനി എന്തുണ്ടെങ്കിലും ഭാനു തന്നോട് പറയുന്നതിന് മുമ്പേ ഭരത്തിനോടെ പറയൂ. കഴിയുന്നതും തന്നെ ഇനി ബുദ്ധിമുട്ടിക്കാതിരിക്കാനേ ഭാനു നോക്കൂ. പക്ഷെ എനിക്ക് അവൾ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ സൂര്യ. ഒരിക്കലും അവൾ എനിക്കൊരു ഭാരമായിട്ടോ ബാധ്യതയായിട്ടോ തോന്നിയിട്ടേ ഇല്ല. പിന്നല്ലേ ഞാൻ മാറ്റി നിർത്താൻ? അവള് ലക്ഷ്യത്തിലെത്തുന്നത് വരെ എന്റെയും സൂര്യയുടെയും ശ്രദ്ധയും കരുതലും അവൾക്ക് വേണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൾക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോവും. അങ്ങനെ ഭാനുവിനെ നമ്മൾ ഒറ്റപ്പെടുത്തോ ഭാവന? അവള് ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത് അവളുടെ മാത്രം സ്വപ്നമല്ലല്ലോ, തന്റെ സ്വപ്നമല്ലേ. തന്റെ സ്വപ്നങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം. അതിനിപ്പോ എന്ത് തന്നെ ആയാലും. എന്തായാലും ഇന്നത്തെ സംസാരത്തിൽ തന്റെ മാമന്റെ സകല പ്രതീക്ഷകളും കൈവിട്ടു പോയിരിക്കുക. അതുകൊണ്ട് ഇനി ഏത് നിമിഷവും തന്റെ മാമന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം പ്രതീക്ഷിക്കാം. നോക്കാം സൂര്യ. എന്ത് വന്നാലും ഇനി നമ്മളെല്ലാരും ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമേ നടക്കൂ. സൂര്യ വാ, വല്യമ്മ നമ്മളെയും കാത്തിരിക്കാവും. നേരം കുറയായി. താൻ ചെല്ല്, ഞാൻ ഈ മെയിലൊന്ന് അയക്കട്ടെ. വല്യമ്മേ, വല്യമ്മേ, വല്യമ്മ കഴിച്ചോ? ഇല്ല, നീയും കൂടെ വന്നിട്ട് കഴിക്കാന്ന് കരുതി. ആന്റിയോ? ആ, ജയം മാനസും കൂടെ ഇപ്പൊ കഴിച്ചിട്ട് പോയതേ ഉള്ളൂ. സൂര്യ എവിടെ? ഇപ്പൊ വരും വല്യമ്മേ. വാ. അല്ല മോളെ, ഞാൻ വന്നപ്പോ മുതൽ ചോദിക്കണോന്ന് വിചാരിച്ചതാ. ഇത്രയും സൗഭാഗ്യം വന്നിട്ടും മോക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. പണം ഉണ്ടെന്ന് കരുതി നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുമോ വല്യമ്മേ?